അപ്പൊ ഇന്ന് ഞാൻ ഒരു ചെറിയ സെന്റൻസ് പറയാൻ പോവാണ്. ആ സെന്റൻസ് നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ വേർഡ്സ് പഠിക്കാം. ഓക്കെ, സോ സെന്റൻസ് ഇതാണ് കേട്ടോ. Her indomitable spirit and part-time job helped her defray her living expenses in Canada. അപ്പൊ ഈ സെന്റൻസിൽ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരു കുട്ടി ആളുടെ ഇൻഡോമിറ്റബിൾ, അതായത് തോൽക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, ഒരിക്കലും തോറ്റു മടങ്ങില്ല, ഞാൻ എന്തായാലും ഇത് അച്ചീവ് ചെയ്യുന്നൊക്കെ വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. ഓൾസോ ആൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാനഡയിൽ ഉണ്ടായിരുന്ന ലിവിങ് എക്സ്പെൻസസ് ഒക്കെ ആൾക്ക് അടച്ചു തീർക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന പുതിയ രണ്ട് വേർഡ്സ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഇൻഡോമിറ്റബിൾ. ഇൻഡോമിറ്റബിളിന്റെ അർത്ഥം എന്ന് പറയുന്നത് അൺകോൺകറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് ലൈഫിൽ വന്നാലും തിരിച്ചു വരുന്ന ആൾക്കാർ, അതായത് തോറ്റു മടങ്ങാത്ത ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇൻഡോമിറ്റബിൾ എന്ന് പറയാം. സെക്കൻഡ് വേർഡ് ആണ് ഡീഫ്രേ. ഡീഫ്രേ എന്ന് പറയുന്നത് നമുക്കൊരു ചെലവ് വരുന്ന സമയത്ത് അതിന് അടയ്ക്കാൻ വേണ്ടി നമ്മൾ മണി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പൈസ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡീഫ്രേ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് പുതിയ വേർഡ്സ് ആണ് പഠിച്ചത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇൻഡോമിറ്റബിൾ ആൻഡ് സെക്കൻഡ്